ലിബിയയിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ചൊവ്വാഴ്ച യാത്ര തിരിച്ച നഴ്സുമാർ ഇന്നലെ ടുണീഷ്യയിൽ തങ്ങി ഇന്ന് പുലർച്ചെയാണ് ഡൽഹിയിലെത്തിയത്. ഖദ്ര മേഖലയിലുള്ള 4 ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരും ലിബിയയിലെ നിർമ്മാണ കമ്പനികളിൽ ജോലി ചെയ്യുന്ന മലയാളികളുമാണ് തിരിച്ചെത്തിയ സംഘത്തിലുള്ളത്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായതിനാൽ തീരെ സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണ് ലിബിയയിലുള്ളതെന്ന് നഴ്സുമാർ പറയുന്നു. അതുപോലെ സാലറിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള സാലറി അവർ തന്നിട്ടില്ലായിരുന്നു. സാലറി കിട്ടാതാണ് ഞങ്ങൾ പോയേക്കുന്നത്. 2ാം ക്ലാസ്സുകാരിയായ ആഗ്നലയും തിരിച്ചെത്തിയ സംഘത്തിലുണ്ട്. കോട്ടയം കൂരാലി സ്വദേശികളായ ആഗ്നലയുടെ മാതാപിതാക്കൾ ഇപ്പോഴും ലിബിയയിൽ തന്നെയാണ് ഉള്ളത്. സുരക്ഷയെ കരുതി നാട്ടിലേക്കുള്ള സംഘത്തോടൊപ്പം ആഗ്നലയെ അയക്കുകയായിരുന്നു. പപ്പയ്ക്കും മമ്മിക്കും കാശില്ല, അതുകൊണ്ടാണ് വരാതിരുന്നത്. തിരിച്ചെത്തിയവരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് പി.കെ. ശ്രീമതി ടീച്ചർ പറഞ്ഞു. കടം വാങ്ങി ഇങ്ങനെ വിഷമിച്ച് അവിടുന്ന് ജോലി ചെയ്യുന്നതിനിടയിൽ തിരിച്ചു വരേണ്ടി വന്നാൽ പിന്നെ എന്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ഇത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തിരിച്ചെത്തിയ മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഡൽഹിയിലെ നോർക്ക അധികൃതർ. TV ന്യൂസ്, ഡൽഹി.